കുറച്ച് ചേഞ്ചസോട് കൂടി തന്നെയാണ് ഇത്തവണ BMW കൊണ്ടുവന്നേക്കുന്ന ഒരു വണ്ടി. എന്ത് കാരണം ഈ വണ്ടി കുറച്ചുകൂടി പഴയ വണ്ടിയേക്കാളും ഒരു എയറോഡൈനാമിക് ആയിട്ടുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീണ്ടും മലയാറ്റൂരിലേക്ക് വന്നേക്കാണ്. ആൻഡ് ഇന്ന് എൻ്റെ കയ്യിലുള്ള വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ 2025 മോഡൽ BMW S1000RR ആണ്. അപ്പോൾ കേരളത്തിലെ ഫസ്റ്റ് വണ്ടി എൻ്റെ ഫ്രണ്ട് ആൽവിൻ ബ്രോ എടുത്തേക്കുവാണ്. ഏതാണ്ട് ഇപ്പോൾ 130 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ കയ്യിലേക്ക് വണ്ടി കിട്ടിയേക്കുവാണ്. S1000RR എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന കുറച്ച് കളറുകളുണ്ട്, വൈറ്റ്, റെഡ്, ബ്ലാക്ക് ഒക്കെ. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഇത്തവണ ഗ്രേ തീമിൽ വണ്ടി ഇറക്കിയേക്കാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് വൈറ്റ് ആണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഒരു സാധനം നമ്മൾ കണ്ട് ഇഷ്ടപ്പെടാം എന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഈ ഒരു വണ്ടി ഇപ്പോൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ആദ്യമേ പറഞ്ഞേക്കാം, ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ഡീറ്റെയിൽ റിവ്യൂ വീഡിയോ ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് ദൂരം ഒന്ന് ഓടിക്കാൻ അവസരം കിട്ടി. അപ്പോൾ അതുമായിട്ട് നമ്മൾ നേരെ മലയാറ്റൂർക്ക് കൂടെ ഇറങ്ങിയേക്കാണ്. ഞാൻ ഇതിന് മുന്നത്തെ എം സ്പോർട്ട് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ഓടിക്കുമ്പോൾ വളരെയധികം അപ്ഡേറ്റ് ആയിട്ടാണ് ഇത്തവണ ഈ ഒരു വണ്ടി ഇവർ ഇറക്കിയേക്കുന്നത്. കുറച്ച് ചേഞ്ചസോട് കൂടി തന്നെയാണ് ഇത്തവണ BMW കൊണ്ടുവന്നേക്കുന്ന ഒരു വണ്ടി. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മെയിനായിട്ട് ഈ ഒരു വണ്ടിയുടെ കളർ തീം തന്നെയാണ് ആ ഒരു പുതിയ അപ്ഡേഷൻ. പിന്നെ വണ്ടി സ്റ്റോക്കായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് സീറ്റ് കോൾ വെച്ചിട്ടാണ് വണ്ടി വരുന്നത്. അഡീഷണൽ സീറ്റിംഗ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. കാരണം BMW നമുക്ക് പില്യൻ സീറ്റോട് അവൈലബിൾ ആയിട്ടുള്ള ഒരു വണ്ടി എന്ന് പറയുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഈ ഒരു വണ്ടിയൊക്കെ നമുക്ക് ഒരു സിംഗിൾ യൂസിന് പറ്റിയ വണ്ടി ആയതുകൊണ്ട് തന്നെ സീറ്റ് കോൾ വെച്ച് നടക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഒരു ഗേൾ ഫ്രണ്ടോ വൈഫൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ബൈക്കിനോട് വല്ല ക്രൈസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ബാക്കിൽ സീറ്റൊക്കെ ആഡ് ചെയ്തിട്ട് അവരെയും കൊണ്ടൊക്കെ ട്രാവൽ ചെയ്യാറ്. പിന്നെ അത്രമാത്രം കംഫർട്ടബിൾ ആയിരിക്കില്ല, അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കേസ് തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ വലിച്ചു കിട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് എന്തായാലും ഡയറക്റ്റ്ലി കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. ഈ വണ്ടിയിൽ വന്നേക്കുന്ന ചേഞ്ചിൻ്റെ മെയിൻ കാര്യം ഈ വണ്ടിയുടെ കളർ തീം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വന്നേക്ക് എന്താണ് ഈ ഒരു കംപ്ലീറ്റ്ലി ഈ ഒരു ഫ്രെയിം തന്നെ അവർ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ നമുക്ക് ഷാർക്കിൻ്റെ എക്സാക്ട്ലി ആ ഒരു ഫിന്നും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രെയിമിൻ്റെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് കാരണം ഈ വണ്ടി കുറച്ചുകൂടി പഴയ വണ്ടിയേക്കാളും ഒരു എയറോഡൈനാമിക് ആയിട്ടുണ്ട്. അതിൻ്റെ മെയിൻ കാര്യം എന്താ, നമുക്ക് ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു ബിഗ്ഗർ ആയിട്ടുള്ള വിംഗ്ലെറ്റാണ് ഈ ഒരു വണ്ടിയിൽ ഇവർ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രാക്കിൽ യൂസ് ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും വളരെ ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയായിരിക്കും ഈ ഒരു പുതിയ മോഡൽ S1000RR. പക്ഷേ നമുക്കറിയാലോ, ഒരു 150-180 എബോവ് പോകുമ്പോഴായിരിക്കും ഒരു വിംഗ്ലെറ്റിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ആ ഒരു പ്രവൃത്തി നമുക്ക് എഫക്റ്റീവായിട്ട് കിട്ടുക. പലരും ഒരു 100-120 പോയി കഴിഞ്ഞിട്ട് ഈ സാധനം വർക്ക് ചെയ്യണില്ല, ഇതിൻ്റെ പ്രോപ്പർ യൂസ് നമുക്ക് എഫക്റ്റീവായിട്ട് കിട്ടണില്ല എന്നൊക്കെ പറയും. പക്ഷേ ഇത് ഹൈ സ്പീഡിൽ പോകുമ്പോഴാണ് ആ ഒരു എഫക്റ്റീവായിട്ടുള്ള അതിൻ്റെ ഒരു കാര്യം നമുക്ക് കിട്ടുള്ളൂ. പിന്നെ വേറെ അപ്ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക് കൂൾ ചെയ്യാനായിട്ട് ഒരു ബ്രേക്ക് കൂളിംഗ് ഡക്റ്റും ഈ ഒരു മോഡലിൽ അവർ കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക് പാഡ് ആയാലും ബ്രേക്കിൻ്റെ ഡിസ്ക് ആയാലും ഒരു പരിധി വരെയൊക്കെ നമുക്ക് ബ്രേക്കൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ കൂൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ പറഞ്ഞ കൂളിംഗ് ഡക്റ്റ്. പിന്നെ സ്റ്റാൻഡേർഡ് പ്രോ റോഡ് കൂടി ഉണ്ട്. അത് പോരാഞ്ഞിട്ട് ഏറ്റവും മെയിനായിട്ടുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ ത്രോട്ടിൽ എന്ന് പറയുന്നത് വളരെ ക്വിക്കായിട്ടുണ്ട്. ഒരു ക്വിക്ക് ത്രോട്ടിലാണ് ഈ ഒരു വണ്ടിക്ക്. സാധാരണഗതിയിൽ നമ്മൾ പിടിച്ചിട്ട് ഒരുപാട് തിരിക്കണം. പക്ഷേ ഇത് നോക്കി ജസ്റ്റ് ഒന്ന് നമ്മൾ കുറച്ച് തിരിക്കുമ്പോഴേക്കും ഫുൾ ത്രോട്ടിലായി. അതായത് നമ്മൾ സാധാരണ സ്റ്റണ്ടൊക്കെ ചെയ്യുന്ന ഒരു ക്വിക്ക് ത്രോട്ടിലൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ഓൺ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ സ്റ്റോക്കായിട്ട് തന്നെ അത്തരത്തിലുള്ള സംഭവം കൊണ്ടുവന്നേക്കാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി സൂപ്പർ ബൈക്കൊക്കെ യൂസ് ചെയ്ത ആൾക്കാർക്ക് ഇതൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നും. അതേസമയം ആദ്യമായിട്ട് ഈ ഒരു വണ്ടിയിലേക്ക് കയറുന്ന ഒരാൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടും ഫീൽ ചെയ്യും. പറയാൻ കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ ഒരുപാട് തിരിച്ചാലാണ് പണ്ടത്തെ വണ്ടി ഒരു പരിധി വരെ സ്പീഡ് കയറുക. പക്ഷേ ഈ ഒരു വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമ്മളിതാ കുറച്ച് തിരിക്കുമ്പോഴേക്കും ഈ പറഞ്ഞ ഫുൾ ത്രോട്ടിലേക്ക് എത്തും. അപ്പോൾ അത്തരത്തിൽ ക്വിക്ക് ത്രോട്ടിലുള്ള ഒരു വണ്ടി ആദ്യമായിട്ട് ഒരാൾ ഓടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അറിയാമല്ലോ. പെട്ടെന്ന് തന്നെ ടോപ്പ് സ്പീഡ് എത്തും. ആ ഒരു ത്വരയിൽ നമ്മളിങ്ങനെ ഓടിച്ച് പോകും. ക്രാഷ് ആവാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. സോ ആ ഒരു ക്വിക്ക് ത്രോട്ടിലിന് നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. അപ്പോൾ ചേഞ്ചസ് എന്ന് പറയാനായിട്ട് പുതിയ മോഡലിൽ അത്രയൊക്കെ തന്നെയാണ് ഉള്ളത്. ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി സെയിം തന്നെയാണ്. പിന്നെ സ്റ്റോക്ക് സൗണ്ട് എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടൊന്നുമില്ല. കാരണം ഇതിന് മുന്നേ ഓടിച്ച വണ്ടി ഹാക്രബോക്കിൻ്റെ എക്സോസ്റ്റ് ആയിരുന്നു. അത് നല്ല അത്യാവശ്യം ലൗഡും നല്ല സ്വീറ്റായിട്ട് കേൾക്കാനുള്ള ഒരു സൗണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ സൗണ്ട് എനിക്ക് അത്രമാത്രം പിടിച്ചൊന്നുമില്ല. പിന്നെ BMW തന്നെ നമുക്ക് ഇന്ന് അഡീഷണൽ ആയിട്ട് എക്സോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 2.2 lakhs ആണെന്ന് തോന്നണു അവരുടെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് അത്യാവശ്യം ലൗഡും ഈ പറഞ്ഞ പോലെ ഒരു റോഡ് പ്രസൻസും കൂടി ഈ വണ്ടിക്ക് കിട്ടും. പിന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് എക്സൈറ്റഡ് ആണ്. കാരണം കേരളത്തിലെ ഫസ്റ്റ് വണ്ടി ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയേക്കാണ്. ഓടിക്കാനായിട്ട് കൊതിയായിട്ട് പാടില്ല. എന്തായാലും നമുക്ക് നേരെ വണ്ടിയിലേക്ക് കയറാം. ഈ പോർഷനിൽ വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ആ ഒരു കളർ ചേഞ്ച് മാത്രമാണ് എനിക്ക് പെട്ടെന്ന് നോട്ടത്തിലും കയറിലേക്ക് ഉള്ളൂ. ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി പഴയ വണ്ടി തന്നെയാണ്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ മാപ്പും ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട്. എന്തായാലും എല്ലാം നമുക്ക് ഇവിടുന്ന് നീങ്ങാം. ജസ്റ്റ് സ്റ്റോക്കിലെ എക്സോ സൗണ്ട് കൂടെ ഒന്ന് കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. ഓവർ ലൗഡൊന്നുമല്ല, പക്ഷേ വളരെ സ്വീറ്റാണ്. കണ്ടോ, ഒരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക്
കുറച്ചുകൂടി ഈ വണ്ടി ഇഷ്ടപ്പെടും, കൂടുതൽ ഓടിക്കാനും തോന്നും. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് S1000 വളരെ ഫേവറേറ്റ് ആയിട്ട് തോന്നിയതിൻ്റെ മെയിൻ കാര്യം എന്തോരം ദൂരം വേണമെങ്കിലും ഈ ഒരു ബൈക്ക് ഓടിച്ച് നടക്കാം. കാരണം അത്രമാത്രം ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു സൂപ്പർ ബൈക്കാണ് BMW S1000 RR. സ്പീഡിൽ പോകണമെന്ന് വെച്ചാൽ സ്പീഡിൽ പോകാം, പതുക്കെ പോകണമെന്ന് വെച്ചാൽ പതുക്കെ പോകാം. ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് ഡൈനാമിക്കലാണ്. അത്യാവശ്യം ഓടിക്കാൻ ഒരു സെറ്റായിട്ടുള്ള ആൾക്ക് ഡൈനാമിക് ഇട്ട് സുഖമായിട്ട് ഓടിക്കാം. പിന്നെ മീറ്റർ സൈഡും കാറിലൊക്കെ നോക്കുകയാണെങ്കിൽ എക്സാക്റ്റ് പഴയ പോലെ തന്നെയാണ് RPM മീറ്റർ അല്ല ഇരിക്കുന്നത്. പിന്നെ എനിക്ക് ഈ ഒരു വണ്ടിയിൽ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഈ ഒരു സൗണ്ട്. കാര്യം സൂപ്പർ ബൈക്കിൽ ആരും അങ്ങനെ ഹോൺ അടിക്കാറൊന്നുമില്ല. എക്സോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും റബ്ബ് ചെയ്ത് തന്നെ ആൾക്കാർ മാറിയിരിക്കും. അതുകൊണ്ട് തന്നെ ഹോൺ അടിക്കൽ വളരെ റെയറാണ്. ഇതിപ്പോൾ പെട്ടെന്ന് എനിക്ക് ഹോൺ അടിക്കേണ്ട ഒരു സാഹചര്യം വന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഹോൺ അടിച്ച് നോക്കിയപ്പോൾ ഈ ഒരു സൗണ്ടാണ്. പക്ഷേ അതല്ല എന്നെ നിരുത്സാഹപ്പെടുത്തിയത്. ഈ ഒരു ഹോണ് നമ്മൾ വണ്ടിയിൽ ഇരുന്ന് കേൾക്കുമ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് സൗണ്ട് വരുന്നത്. അതായത് മുന്നിലേക്ക് സൗണ്ട് പോകാൻ നമുക്ക് കുഴപ്പമില്ല. ഇതിപ്പോൾ നേരെ നമ്മുടെ മുഖത്തേക്കാണ് സൗണ്ട് വരുന്നത്. അത് ഒന്നൊരു കേൾപ്പിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. കണ്ടോ ഈ ഒരു ഭാഗത്തുനിന്ന് സൗണ്ട് എൻ്റെ ഫേസിലേക്ക് അടിക്കണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അതെനിക്ക് വളരെ ബാഡായിട്ട് തോന്നി. എന്തായാലും എക്സോസ്റ്റൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഹോണിൻ്റെ യൂസേജ് വളരെ കുറയും. ഈ റോഡിൽ വലിയ ആൾശല്യങ്ങളൊന്നുമില്ല, പക്ഷേ വലിയ ഫ്ലാറ്റ് ആയിട്ടുള്ള റോഡല്ലാത്ത നമ്മളിങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഒരുപാട് സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. പോയാൽ തന്നെ പെട്ടെന്ന് വല്ല ബമ്പൊക്കെ വന്നിനാൽ ബ്രേക്ക് പിടിച്ചാൽ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പതുക്കെ പോവാം. ഇതിപ്പോൾ മലയാറ്റൂർ സീസൺ ആയ കാരണം ഈ ഒരു ടൈമിൽ അത്യാവശ്യം വണ്ടികൾ ഈ റൂട്ടുകൾ പോകുന്നുണ്ട്. സാധാരണ അധികം വണ്ടികളൊന്നും ഈ റോഡിൽ കാണാറൊന്നുമില്ല. എക്സോസ്റ്റ് സൗണ്ട് ഇല്ലാത്തതിൻ്റെ വളരെയധികം ബുദ്ധിമുട്ട് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു എന്താ പറയുക, നമുക്ക് ഓടിക്കുമ്പോൾ ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ ശരിക്കും പറഞ്ഞ സൗണ്ട് വേണം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഓണറായ നമ്മുടെ ആൽവിൻ ബ്രോയ്ക്ക് ഓൾറെഡി ഡുക്കാട്ടിയുടെ സ്ട്രീറ്റ് ഫൈറ്റർ V2 ഉണ്ട്. പുള്ളി ആ ഒരു വണ്ടിന് ഈ ഒരു വണ്ടിയിലേക്ക് കയറുമ്പോൾ വളരെ എളുപ്പമായിട്ടാണ് തോന്നിയെന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വണ്ടി വളരെ സിമ്പിളാണ് കൊണ്ടുവരാനായിട്ട്. സ്ട്രീറ്റ് ഫൈറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ ഒട്ടും അഗ്രസീവ് തന്നെയല്ല, പക്ഷേ നമുക്ക് കൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അഗ്രസീവൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഏതാണ്ട് ഉച്ചനേരം ആവാറായി, നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. പക്ഷെ ബാക്കി സൂപ്പർ ബൈക്ക് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി S1000 RRന് ചൂട് കുറവാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മുട്ടിൻ്റെ ഭാഗത്തേക്കൊന്നും വലിയ ഹീറ്റൊന്നുമില്ല. ആ ഒരു പാൻറ്റിൻ്റെ ഷൂവിൻ്റെ ഇടയിലേക്ക് കറക്റ്റായിട്ട് എൻ്റെ കാൽമേക്ക് കാറ്റടിക്കുന്നുണ്ട്. അതാണെങ്കിൽ ചൂട് കാറ്റാണ്. അത് മാത്രമേ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യണുള്ളൂ. ഈ ഒരു വണ്ടിയുടെ ലുക്ക് വൈസ് വെച്ചിട്ട് തന്നെ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ എക്സോസ്റ്റ് കൂടി വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആൾക്കാരുടെ നോട്ടൊന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ക്വിക്ക് ഷിഫ്റ്റർ മോട്ടബിൾ പ്രോ ഉള്ള കാരണം നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകാൻ വളരെ എളുപ്പമാണ്. എന്തായാലും ജസ്റ്റ് ഒന്ന് കൈ കൊടുത്ത് നോക്കാം. മോനെ മോനെ ഒരു രക്ഷയില്ല വണ്ടി. നല്ല രസമാണ് കൊണ്ടുനടക്കാനായിട്ട്. എൻ്റെ ഡ്രീം ബൈക്കാണ്. എന്തെങ്കിലും ഒരു കാലത്ത് ഈ ഒരു ബൈക്ക് എൻ്റെ കയ്യിലേക്ക് എനിക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റും എന്നൊരാഗ്രഹമുണ്ട്. ആഗ്രഹം സാധിക്കാൻ ചെയ്യും, എടുത്തിരിക്കും. അപ്പോൾ അങ്ങനത്തെ ലേറ്റസ്റ്റ് മോഡൽ S1000 RR ഓടിക്കാൻ പറ്റി. എന്തായാലും വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാറിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ, അണ്ടിൽ നെക്സ്റ്റ് ടൈം.